ഫോക്സ് ലൈൻ ഇൻഫോയിലേക്ക് സ്വാഗതം. ഇതുവരെ നിങ്ങളുടെ പാൻ കാർഡ് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ലേ എങ്കിൽ നിയമ നടപടികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കിയിരിക്കുകയാണ് ആദായ നികുതി വകുപ്പ്. ഇത് പ്രകാരം 2023 ജൂൺ 30-നകം പാൻ ആധാർ ബന്ധിപ്പിക്കാത്തവർക്ക് പിഴ ചുമത്തുന്നതിനുള്ള സമയപരിധിയിൽ ആദായ നികുതി വകുപ്പ് ഇളവ് നൽകി. മെയ് 31-നകം പാൻ ആധാറുമായി ബന്ധിപ്പിച്ചാൽ TDS കൂടുതൽ ഈടാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഇല്ലെന്ന് ആദായ നികുതി വകുപ്പ് അറിയിച്ചു. ആദായ നികുതി നിയമങ്ങൾ അനുസരിച്ച് നികുതി ദായകൻ തന്റെ ആധാർ നമ്പറുമായി പാൻ ബന്ധിപ്പിക്കേണ്ടതുണ്ട്. പാൻ ആധാറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പാൻ കാർഡ് അസാധുവാക്കപ്പെടും. നികുതിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്ക് പാൻ കാർഡ് സാധുവായിരിക്കില്ല എന്നാണ് ഇതിനർത്ഥം. പാൻ പ്രവർത്തനരഹിതം ആവുകയാണ് എങ്കിൽ നികുതി റീഫണ്ടും അതിന്റെ പലിശയും ലഭിക്കില്ല. ഉയർന്ന നിരക്കിൽ TDS ഈടാക്കുകയും ചെയ്യും. നിങ്ങളുടെ പാൻ ആധാറുമായി ലിങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇടപാട് നടത്തുമ്പോൾ ബാധകമായ ഇരട്ടി നിരക്കിൽ TDS നൽകേണ്ടി വരും. ഉദാഹരണത്തിന് പാൻ ആധാറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ ഹൗസ് റെന്റ് അലവൻസിനുള്ള TDS 20% നൽകേണ്ടി വരും. പാൻ ആധാറുമായി എങ്ങനെ ലിങ്ക് ചെയ്യാം? ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ക്വിക്ക് ലിങ്കുകൾ വിഭാഗത്തിലെ ലിങ്ക് ആധാർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ കാർഡ് അനുസരിച്ച് നിങ്ങളുടെ പേരും മൊബൈൽ നമ്പറും നൽകി ലിങ്ക് ആധാർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മൊബൈൽ നമ്പറിൽ ലഭിച്ച OTP നൽകി വാലിഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.